അപ്പോൾ ഇത് കല്യാണ തലേന്നാണ് കേട്ടോ. കല്യാണ തലേന്ന് രാത്രിയിലത്തെ ഫുഡാണ്. അപ്പോൾ പഞ്ചാബിൽ നിന്ന് 2 സിക്കുകാർ വന്നിട്ടുണ്ടായിരുന്നു, തലക്കെട്ടൊക്കെയുള്ള. അവരാണിരുന്ന് ഫുഡ് കഴിക്കുന്നത്. പിന്നെ എനിക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല തലേ ദിവസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആരും ഇല്ലായിരുന്നു, അവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല തലേ ദിവസം. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങി. പിന്നെ രാവിലെ തന്നെ കുറച്ച് സാധനങ്ങൾ റെൻറ്റിന് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതിന് പോയി വന്നിട്ട് ആകെ ടയേർഡായിരുന്നു. പിന്നെ ഇവർ കൊല്ലത്തുനിന്ന് വന്നൊരു ഫാമിലിയാണ് കേട്ടോ. മസ്കറ്റിലുള്ളതാണ് അവരപ്പോൾ കൊല്ലത്തുനിന്ന് കല്യാണം കൂടാനായിട്ട് വന്നതാണ്. പിന്നെ ഉണ്ടായിരുന്നത് ചേട്ടൻ്റെ തറവാട്ടിലെ ആൾക്കാർ എല്ലാവരും ആണ്. അതുകൊണ്ട് എനിക്ക് അവിടെ വേറെ നമ്മളുടെ ആൾക്കാരും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തലേ ദിവസം ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെന്താ നാളത്തേക്കുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിസപ്ഷൻ എടുക്കാൻ ഞാൻ വാങ്ങിച്ച സാരിയുടെ ബ്ലൗസാണെങ്കിൽ അവർ തയ്ച്ച് ചീത്തയാക്കി കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതും എല്ലാം കൂടി ടെൻഷനായിരുന്നു. പിന്നെ ഒരു ഓട്ടം കഴിഞ്ഞാണ് ഗൗണൊക്കെ റെഡിയാക്കി എടുത്തത്. അങ്ങനെ പിന്നെ ഗൗണ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ പിന്നാലെ 2 ദിവസം നടന്നിട്ടാണ് അത് റെഡിയായി കിട്ടിയത്. അങ്ങനെ നാട്ടിൽ ചെന്നിട്ടും പിന്നെ ഓട്ടമായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ വീട് കൊടകരയാണ് കേട്ടോ. കൊടകര മനക്കുളങ്ങരയാണ്. അപ്പോൾ ഇത് അവരുടെ മാമന്മാരും മാമൻ്റെ മക്കൾ, ഭാര്യമാർ അവരെല്ലാവരുമാണ് ഇരിക്കുന്നത്. പിന്നെന്താ, പിന്നെ പിറ്റേ ദിവസം കല്യാണത്തിനുള്ള തിരക്കിലാണ് എല്ലാവരും. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സാണ് ഏറ്റവും മെയിൻ സംഭവം. ഡ്രസ്സാണല്ലോ, അത് തയ്ച്ച് ചീത്തയാക്കി കളഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു മൂഡ് ഓഫ് ആയിരിക്കുമല്ലോ. അതാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കല്യാണ തലേന്ന്. അതൊക്കെ അവരെ തറവാട്ടിലെ ആൾക്കാരാണ് കേട്ടോ. എനിക്ക് കറക്റ്റ് ആരാണെന്നൊന്നും അറിയില്ല. കണ്ടിട്ടുണ്ട്, കണ്ടാലറിയും, അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.